ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വമ്പൻ ബജറ്റിൽ ഒരു വലിയ സിനിമ നിർമ്മിക്കുന്നതിന് പകരം ആ പണം കൊണ്ട് ഏകദേശം 10 സിനിമകൾ നിർമ്മിക്കാമെന്ന പ്രായോഗിക ബുദ്ധിയിലേക്ക് വന്ന നിർമ്മാതാവാണ് വിനായക അജിത്ത്. 2023 ദിലീപിനെ വെച്ച് ബാന്ദ്ര എന്ന സിനിമ നിർമ്മിച്ച് 8 നിലയിൽ പൊട്ടിയതിനു ശേഷം വിനായക അജിത്ത് ചെയ്യുന്നത് ചെറിയ സിനിമകൾ എടുക്കുക എന്നതാണ്. ബാന്ദ്ര എന്ന സിനിമയ്ക്ക് ഏകദേശം 35 കോടിയോളം രൂപയായിരുന്നു ബഡ്ജറ്റ്. 35 കോടി പോയിട്ട് 5 കോടി പോലും തിയേറ്റർ ഷെയറായിട്ട് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുമില്ല. അതിനുശേഷം അദ്ദേഹം ചെറിയ സിനിമകൾ ഏകദേശം 5 കോടി റേഞ്ചിലുള്ള സിനിമകൾ മാത്രമാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത്. നാളെ ഏപ്രിൽ 23 വ്യാഴാഴ്ച അദ്ദേഹത്തിന്റെ വിനായക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന മധുവിധു എന്ന സിനിമ തിയേറ്ററിലെത്തുകയാണ്. ഏകദേശം 5 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയിൽ ഷറഫുദ്ദീനാണ് നായകനായി അഭിനയിച്ചിട്ടുള്ളത്. നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്യുന്ന ഒരു ഫാമിലി കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വന്ന സിനിമയിൽ കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, സായി കുമാർ, ശ്രീജയ, അമൽ ജോസ്, സഞ്ജു മധു എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. വിശ്വജിത്ത് ഛായാഗ്രഹണവും ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഹിഷാം അബ്ദുൽ വഹാബാണ്. ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം നിർവഹിച്ചിരിക്കുന്നത് ബിപിൻ മോഹൻ, ജയ് വിഷ്ണു എന്നിങ്ങനെ 2 പേർ ചേർന്നാണ്. ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ പ്രീസെയിലായി കേരളത്തിൽ 9 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ചെറിയ ബജറ്റിൽ, അതായത് 6 കോടി ബജറ്റിൽ തിയേറ്ററിലെത്തി വലിയ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. സൈജു ഗ്രൂപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് കേരളത്തിൽ 14 കോടി 73 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 13-ാം ദിവസം എന്ന ബുധനാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 1 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 13 ദിവസം കൊണ്ട് കേരളത്തിൽ 15 കോടി 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 26 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. 13 കോടി ബഡ്ജറ്റിൽ തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് വാഴ 2. വിമിൻദാസ് തിരക്കഥ എഴുതി സവിൻസ സംവിധാനം ചെയ്ത് ഏപ്രിൽ 2 തിയേറ്ററിലെത്തിയ ഈ സിനിമ 20-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1 കോടി 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ഇക്കഴിഞ്ഞ 20 ദിവസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ രേഖപ്പെടുത്തിയത് ഇന്നലെയായിരുന്നു. 20 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 115 കോടി 50 ലക്ഷം രൂപയാണ്. 21-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 കോടി 75 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 117 കോടി 25 ലക്ഷം റേഞ്ചിലാണ് 21 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 216 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന സിനിമ 2ാമത്തെ ബുധനാഴ്ച കൂടിയ 8ാമത്തെ ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ടോവിനോ തോമസ് നായകനായി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ഈ സിനിമ 7-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 64 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസം കൊണ്ട് 10 കോടി 37 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. 8-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 50 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 10 കോടി 87 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16 കോടി റേഞ്ചിലാണ്. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഏപ്രിൽ 15 ബുധനാഴ്ച വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. ഈ ചിത്രം ഇന്നലെ വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 2 കോടി 17 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 8-ാം ദിവസം ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 8 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കേരളത്തിൽ 2 കോടി 25 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി 75 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. പ്രിയദർശൻ തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഏപ്രിൽ 17 തിയേറ്ററിലെത്തി കേരളത്തിൽ മിക്സഡ് അഭിപ്രായവും ഹിന്ദിയിൽ മികച്ച അഭിപ്രായവും നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. ചിത്രത്തിൽ അക്ഷയ് കുമാർ, പരേഷ് റാവൾ, ജിഷു സെൻഗുപ്ത, ടബു, വാമിക, ഗബ്ബി, രാജ്പാൽ യാദവ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,43,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 23 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 86 കോടി 18 ലക്ഷം രൂപയാണ്. വിദേശത്തും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനാകുന്നുണ്ട്. ആദ്യ 5 ദിവസം കൊണ്ട് $3.35 മില്യൺ, അതായത് 31 കോടി 46 ലക്ഷം രൂപയാണ് വിദേശ കളക്ഷനായി നേടിയെടുത്തത്. ലോകമെമ്പാടുമായി ഇന്നലെ വരെ ഈ സിനിമ 117 കോടി 64 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.